ADGP വിഷയത്തിലെ നേതാക്കളുടെ പ്രതികരണത്തെ ചൊല്ലി CPI നേതൃത്വത്തിൽ ഭിന്നത. പാർട്ടി സെക്രട്ടറി അല്ലാതെ CPIക്ക് മറ്റു വക്താക്കൾ വേണ്ടെന്ന് ബിനോയ് വിശ്വം സംസ്ഥാന എക്സിക്യൂട്ടീവിനെ അറിയിച്ചു. ADGP വിഷയത്തിൽ പ്രകാശ് ബാബു നിലപാട് പറഞ്ഞതാണ് ബിനോയ് വിശ്വത്തെ പ്രകോപിപ്പിച്ചത്. ജനയുഗത്തിൽ ലേഖനം എഴുതിയത് സംസ്ഥാന സെക്രട്ടറിയോട് പറഞ്ഞതിന് ശേഷമാണെന്ന് പ്രകാശ് ബാബു എക്സിക്യൂട്ടീവിനെ അറിയിച്ചു. അതേസമയം പാർട്ടിയിൽ ഭിന്നതയില്ലെന്ന് ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിക്കൂട്ടിലാക്കുന്ന PR വിവാദം പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യവും ബിനോയ് വിശ്വം നിരാകരിച്ചു. ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, PR വിവാദം ചർച്ച ചെയ്യണമെന്ന V ചാമുണ്ണിയുടെ ആവശ്യമാണ് ബിനോയ് വിശ്വം തള്ളിയത്. ഒപ്പം ഈ ADGPക്കെതിരായ വിഷയത്തിൽ ഉൾപ്പെടെ നേതാക്കളുടെ പ്രതികരണങ്ങളും പാർട്ടി സെക്രട്ടറി ചൊടിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? പാർട്ടിയിൽ ഇത് സംബന്ധിച്ച ഭിന്നതയുണ്ടോ? വിനിത, ADGP RSS കൂടിക്കാഴ്ച വിവാദത്തിൽ ശക്തമായ നിലപാട് എടുക്കുമ്പോഴും CPI നേതൃത്വത്തിനകത്ത് ഇത് പരസ്യമായി ഉന്നയിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും ഭിന്നതകളുമുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. സംസ്ഥാന എക്സിക്യൂട്ടീവിൽ സെക്രട്ടറി ബിനോയ് വിശ്വം സ്വീകരിച്ച നിലപാടാണ് പാർട്ടിക്കകത്ത് ഭിന്നതയുണ്ടെന്ന കാര്യം മറനീക്കി പുറത്തു കൊണ്ടുവന്നത്. അതായത് ഈ ADGP MR കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം എന്ന ആവശ്യം ബിനോയ് വിശ്വം ഉന്നയിച്ചതിനേക്കാൾ ഏറ്റവും ശക്തമായി ഉന്നയിച്ചത് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു ആയിരുന്നു. ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിലൂടെയും ഒപ്പം തന്നെ പരസ്യമായ മറ്റു പ്രതികരണങ്ങളിലൂടെയും പ്രകാശ് ബാബു ഈ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ പൊള്ളത്തരം ചൂണ്ടിക്കാണിച്ചു. അതായത് സംസ്ഥാന പോലീസ് മേധാവിയുടെ അന്വേഷണം ആവശ്യമില്ല, മറിച്ച് ഈ RSS കൂടിക്കാഴ്ച തെറ്റാണെന്ന കാര്യം ബോധ്യപ്പെടാൻ രാഷ്ട്രീയ ബോധ്യമതി എന്ന കർശനമായ ഒരു സ്വരമാണ് ഈ പ്രകാശ് ബാബു പ്രകടിപ്പിച്ചത്. എന്തായാലും സെക്രട്ടറി അല്ലാതെ മറ്റാരും പാർട്ടിക്കകത്ത് ഇനി നിർണായകമായ വിഷയങ്ങൾ അഭിപ്രായം പറയേണ്ടതില്ല എന്ന കർശനമായ നിർദ്ദേശമാണ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ ബിനോയ് വിശ്വം നൽകിയത്. എന്നാൽ സ്വന്തം നിലപാട് പ്രകാശ് ബാബു ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിശദീകരിച്ചു. പാർട്ടി സെക്രട്ടറിയോട് സംസാരിച്ച ശേഷമാണ് ജനയുഗത്തിൽ ലേഖനം എഴുതിയെന്ന കാര്യം അദ്ദേഹം വിശദീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നൽകിയ ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയായാണ് മറ്റു പ്രതികരണങ്ങളും വന്നത് എന്നായിരുന്നു പ്രകാശ് ബാബുവിൻ്റെ പ്രതികരണം. എന്നാൽ പാർട്ടിക്കകത്ത് ഒരു ഭിന്നതയുമില്ല എന്നാണ് ഇന്ന് തൃശ്ശൂരിൽ ബിനോയ് വിശ്വം നടത്തിയ പ്രതികരണം. ശരിയാ, ശ്രീജിത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ്.